താഴത്തൊരു മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അലീനയെ പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ ബാലചന്ദ്രൻ പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടല്ലോ. അതും ആരും പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ്. കൂടെ കൃഷ്ണമോളും ഉണ്ടല്ലോ. അപ്പോഴേക്കും വൈജിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പോയി നോക്ക്, കൃഷ്ണമോളും കൂടെ ഉണ്ട്. അതിനെന്താ വൈജിയെ, അവളുടെ അച്ഛന്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്, അല്ലാതെ അവളെ ആരും തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ലല്ലോ. രോഹി നീ ഒന്ന് ചെന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് വൈജ രോഹിയെ തള്ളി അങ്ങ് വിടുവാണേ. രോഹിയാണെന്നുണ്ടെങ്കിൽ ഗേറ്റിന്റെ അവിടെ വരെ പോയി നോക്കിയിട്ട് അവരൊക്കെ പോയി കാണാനില്ല എന്ന് പറയാണേ. ബാലേന്ദ്രൻ ഇനി പുറകെ പോയിട്ട് അലീനയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുമോ? അവൾ എപ്പോഴേ സ്ഥലം വിട്ട് കാണും. എന്തായാലും കൃഷ്ണമോൾ കൂടെ പോയത് നന്നായി. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുമല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട രാജീവേട്ട. രോഹി നീയും അതുപോലെ ഹരിയും കൂടി ബൈക്ക് എടുത്തിട്ട് ഒന്ന് കറങ്ങിയിട്ട് വാ. അവര് എവിടെ പോയി എന്നുള്ള കാര്യം അറിയാലോ. ശരി അങ്ങളെ, ഞാൻ പോയിട്ട് ബൈക്ക് എടുത്ത് വരാന്ന് പറഞ്ഞ് രോഹി ബൈക്ക് എടുക്കുവാണേ. ഇനി അയാൾ തിരികെ അവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിന്റെ അകത്തേക്ക് കയറ്റരുത്, റോഡിൽ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കണം. അപ്പോ നാട്ടുകാരും കൂടി ഇടപെട്ടോളും. വീട്ടിൽ നിന്ന് ഭാര്യയെ ഇറക്കി വിട്ടിട്ട് വേലക്കാരിയെ ഇതിനകത്തോട്ട് കയറ്റണമെന്ന് ഒരു നാട്ടുകാരും പറയത്തില്ല. അതാണ് നമ്മുടെ പോയിന്റ് എന്ന് രാജീവനും പറയാണേ. തുടർന്ന് രോഹിയും അതുപോലെ ഹരിയും കൂടി ചേർന്നിട്ട് ബൈക്ക് അവിടെ നിന്ന് എടുത്ത് ഇറങ്ങുവാണ്. അതേസമയം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണമോളാണെങ്കിൽ അച്ഛ വണ്ടി നിർത്ത എന്ന് പറയാണേ. നിനക്ക് ഇറങ്ങണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടല്ല അച്ഛ, നീ ഒരു വാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നീ അവളെ ഇറക്കി വിടുന്ന സമയത്ത് എല്ലാം അവിടെ കണ്ടു നിൽക്കില്ലായിരുന്നോ? അവര് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വാക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നീയും അവരുടെ കൂടെ കൂട്ടു നിന്നു അല്ലേ? അതിനച്ഛൻ ഞാനൊന്നും ചെയ്തില്ല. എടി, ഒരു വലിയ അനീതി നടക്കുന്ന സമയത്ത് ഒരു വിരല് പോലും അനക്കാതെ കയ്യും കെട്ട് നോക്കി നിന്നു കഴിഞ്ഞാൽ ആ അനീതിക്ക് കൂട്ടു നിന്നു എന്നാണ് അർത്ഥം. നിന്നെ അലീന ഒരു കുഞ്ഞു അനുജത്തിയെ പോലെ നോക്കിയതല്ലേ? അച്ഛൻ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ തലകുനിച്ച് കൃഷ്ണമോൾ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അലീന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ബാലേന്ദ്രൻ കാണുകയും വണ്ടി നിർത്തിയിട്ട് അലീനയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ്. കാറിലേക്ക് വന്ന് കയറുന്ന അലീനയുടെ അടുത്ത് പറയുമ്പോൾ വേണ്ട സാർ, വേണ്ട, എന്നോട് ക്ഷമിക്കണം. ബാലേന്ദ്രൻ ഒരു കാര്യം പറയുന്ന സമയത്ത് നീ അത് അനുസരിക്കണം. എന്തായാലും സാർ, ഇനി ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. അലീന, ഞാൻ നിന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് കാറിൽ കയറ്റും. വെറുതെ റോഡിൽ നിന്നൊരു സീൻ ഉണ്ടാക്കരുത് സാർ, എന്നെ നിർബന്ധിക്കരുതെന്ന് വീണ്ടും അലീന പറയാണ്. എന്നാൽ ബാലേന്ദ്രൻ അലീനയുടെ ബാഗെല്ലാം എടുത്ത് കാറിനകത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് കയറാൻ വേണ്ടി പറയുകയാണേ. സാർ, എന്നെ നിർബന്ധിക്കരുതെന്ന് അലീന വീണ്ടും പറയുന്നുണ്ട്. പറഞ്ഞ അനുസരിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കാറിൽ കയറ്റുവാണ്. എന്നതിന് ശേഷം വണ്ടിയെടുത്ത് അവിടുന്ന് പോവാണ്. വീണ്ടും വൈജിയാണ് കേട്ടോ കാണിക്കുന്നത്. വൈജി ആണെങ്കിൽ ഇങ്ങനെ കണ്ണുനട്ട് കാത്തിരിക്കുന്ന പോലെ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ രാജീവൻ, നീ എന്തിനാണ് വൈജി ഇവിടെ കണ്ണുനട്ട് കാത്തിരിക്കുന്നത്? പോയവര് സമയമാകുമ്പോ തിരിച്ചു വന്നോളും. കൃഷ്ണമോള് എന്ന് വൈജി പറയുന്നത് കേൾക്കുമ്പോ അവക്ക് സ്കൂളുള്ളതല്ലേ, അതുകൊണ്ട് അവള് വരാതിരിക്കത്തൊന്നുമില്ല. ഇനി എന്നോടുള്ള ദേഷ്യത്തിന് ബാലേന്ദ്രൻ വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണമോളുടെ പഠിപ്പും മുടക്കും. അങ്ങനെയൊക്കെ ചെയ്യും അയാള്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ബാലേന്ദ്രന് അലീനയെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെന്നാ തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ തിരിച്ചു വന്നേനെ. അപ്പോഴേക്കും അവരെ തപ്പി പോയിട്ടുള്ള ഹരിയും അതുപോലെ രോഹിയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരെ കാണാൻ വേണ്ടി സാധിച്ചോ? ഇല്ല അങ്കിളെ, ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി, പക്ഷെ രണ്ടുപേരെയും കണ്ടില്ല. അലീന ബസ് കയറിയിട്ട് ചിലപ്പോ എറണാകുളത്തേക്ക് പോയി കാണും. പക്ഷെ ബാലേന്ദ്രൻ എവിടെ പോയി? വീണ്ടും ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാട് പോലത്തെ ഒരു സ്ഥലത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയാണേ. അത് കണ്ട കൃഷ്ണമോള്, നമ്മളച്ഛ എങ്ങോട്ടാ പോകുന്നത്? കുറെ ദൂരം നമ്മൾ പോകുന്നല്ലോ, ഇതെന്താ കാട് പോലെ? അച്ഛ, നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവല്ലേ? അല്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ അല്ലേ, പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യമൊന്നും വ്യക്തമാക്കാതെ വണ്ടിയെടുത്ത് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. തുടർന്ന് വീട്ടിലുള്ള മുത്തശ്ശിക്ക് ഭക്ഷണമായിട്ട് ബബിത റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോഴാണ് അവിടെ ഭക്ഷണം കൊണ്ടുവരുന്നത്. നേരം 2 മണിയായില്ലേ? അതിന് ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. അലീന എവിടെ? അവളെ വിളിക്കുകയെന്ന് മുത്തശ്ശി പറയുമ്പോ ഏതലീന? അലീനയൊക്കെ എപ്പോഴേ പോയി. അവള് പോയിട്ടില്ലായിരുന്നല്ലോ. രാവിലെ അതിന് വാതില് പൂട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നോ? അതൊക്കെ എപ്പോഴേ തുറന്നപ്പോ അവള് പോവാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിന് മുത്തശ്ശി, അതിനുശേഷം ഒരുപാട് അംഗങ്ങൾ ഇവിടെ നടന്നു. നീ എന്തൊക്കെയാ ബബിത ഈ പറയുന്നത്? മനുവേട്ടൻ ഇവിടെ വന്ന് പോയില്ലേ? അതിനുശേഷം രാജീവ് അങ്കിളും ഹരിയേട്ടനും കൂടി വന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് ഡൈനിങ് റൂം മുതൽ ആ ഗേറ്റ് വരെ വലിച്ചോണ്ട് പോയി. ഇത് കേട്ട് മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഈശ്വര, എന്നിട്ടോ എന്ന് ചോദിക്കുമ്പോ എന്നിട്ടെന്താ, റോഡിലേക്ക് ഇറക്കി വിട്ടു. അവളുടെ കെട്ടും വാണ്ടും എല്ലാം എടുത്തോണ്ട് റോഡിലേക്ക് എടുത്ത് കളഞ്ഞു. അവളതെല്ലാം എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. പോയോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ബാലേന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അച്ഛൻ അറിഞ്ഞു. അപ്പൊ തന്നെ അച്ഛൻ കാർ എടുത്തോണ്ട് അവളുടെ പുറകെ പോയി. കൃഷ്ണയും ആ കാറിനകത്ത് പിടച്ചു കയറി. അവളും പോയോ? പോയി.
ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? ബാലേന്ദ്രനെ എതിർത്തിട്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ തിരിച്ച് അവളെ വിളിച്ചോണ്ട് വരില്ലേ? നിങ്ങൾക്കൊന്നും ഇത്തിരി പോലും വിവരമില്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നത് കേട്ടിട്ട് എന്തായാലും അവളെ തിരിച്ച് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരട്ടെ, എല്ലാവരും കാത്തിരിക്കുകയാണ്. അവളെ ഇനി ഈ പടി ചവിട്ടിക്കില്ല. ബാലേന്ദ്രൻ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോൾ കുറ്റിച്ചീലെടുക്കും അമ്മ അവളുടെ തലക്കിട്ട് കൊടുക്കാൻ. അവളെയല്ലേ അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ, നിന്റെ അച്ഛനെ അടിക്കാൻ വേണ്ടി പറ്റുമോ? അച്ഛനെ തടയാൻ വേണ്ടിയിട്ട് രാജീവ് അങ്കിളും രോഹിയേട്ടനും ഹരിയേട്ടനും ഉണ്ട്. ആര്? ബാലേന്ദ്രനെ തല്ലാനോ? വീട്ടിൽ കയറിയിട്ട് അവനെ തല്ലിയെന്ന് പറഞ്ഞിട്ട് അവൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കുടുങ്ങും. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. അലീന പോയി അച്ഛനും അതുപോലെ കൃഷ്ണമോളും കുറെ ചുറ്റി തിരിഞ്ഞിട്ട് അവസാനം ഇങ്ങോട്ട് തന്നെ കയറി വരും. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം കുഞ്ഞെ, ഇത് നല്ലതിനാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശിയുടെ കരുതാക്ക് വെച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുമെന്ന് ബബിത ചോദിക്കുമ്പോൾ അല്ലെങ്കിലും നീയൊക്കെ വരുന്ന പോലെ അനുഭവിക്കും, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനെന്ന് വെച്ചിട്ട് മുത്തശ്ശി അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണേ. അത് കേട്ട് കലി തുള്ളിയിട്ട് ബബിതയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രാജീവനും അതുപോലെ ഹരിയും കൂടി ചേർന്നിട്ട് തിരിച്ച് വീട്ടിലെത്തുവാണ്. അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില് ഷോൾഡറിലെ കൈയൊക്കെ ഇട്ടിട്ട് വരുന്നത് കാണുമ്പോൾ കമല ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കമലയും ഭയങ്കര സന്തോഷത്തിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. എത്ര നേരമായി പോയിട്ട്? പോയ കാര്യങ്ങൾ നടന്നോ? ഉദ്ദേശിച്ച കാര്യങ്ങള് എല്ലാം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടി കമല ചോദിക്കുന്നുണ്ട്, അവളെ അടിച്ച് പുറത്താക്കിയോ എന്ന്. ഇതൊക്കെ ചോദിക്കണോ? ഞങ്ങള് അതിനല്ലായിരുന്നു പോയത്. എങ്ങനെയായിരുന്നു സംഭവം? ഭയങ്കര ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ് ആള് അറിയാൻ വേണ്ടിയിട്ട്. എടാ ഹരി, ഒന്ന് തെളിച്ച് പറയടാ. അവളെ ഡൈനിങ് ഹാളിൽ നിന്ന് ഞങ്ങൾ പിടിച്ചു, എന്നിട്ട് പുറത്ത് വരെ വലിച്ചോണ്ട് പോയി. അവൾ കുതറിയില്ലേന്ന് ചോദിക്കുമ്പോ ചെറുതായിട്ടൊക്കെ, പക്ഷെ കാര്യമായിട്ടുള്ള എതിർപ്പൊന്നും ഇല്ലാതെ ശത്രു കീഴടങ്ങി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവള് ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല എന്ന് പറയാണേ. അവക്ക് എന്തായാലും രണ്ടെണ്ണിട്ട് പൊട്ടിച്ചു കൊടുക്കണമായിരുന്നു. കമലയെടുത്ത് ഈ റോഡല്ലേ, സ്ത്രീകളെ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ലല്ലോ. ആളുകളാണെങ്കിൽ നോക്കി നിൽക്കുമല്ലേ. പിന്നെ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. അവളിനി എങ്ങനെ അവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടോ അതോ സ്ഥലം വിട്ടോ? അവൾ സ്ഥലം വിട്ടു. അവളുടെ ബാഗെല്ലാം എടുത്തിട്ട് രോഹി പുറത്തു കൊണ്ട് വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്തായാലും വൈജി രക്ഷപ്പെട്ടു. രാജീവിനെ കൊണ്ട് അത്രയെങ്കിലും സാധിച്ചല്ലോ. ആണുങ്ങളായാല് ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രാജീവിനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് കമലെടുത്തി. ബാലേന്ദ്രൻ വിവരം അറിഞ്ഞ ഉടനെ കാർ എടുത്തിട്ട് അവളുടെ പുറകെ പോയി. ആണോ? അപ്പോ ബാലേന്ദ്രൻ അറിയാതെയാണോ നിങ്ങൾ അവളെ പിടിച്ച് പുറത്താക്കിയത്? ഞങ്ങള് നേരിട്ട് അയാളോട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അയാൾ വെറുതെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി. ബാലേന്ദ്രൻ നല്ല ദേഷ്യത്തിലാണോ പോയത്? അറിഞ്ഞൂടാ. കാർ എടുത്തോണ്ട് വരുന്ന സമയത്ത് കൊച്ചച്ഛനെ കാർ ഇടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അത് വെറുതെ പേടിപ്പിക്കാനാന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളുവാണ് രാജീവൻ. കൃഷ്ണജ എന്തായാലും അങ്കിളിന്റെ കൂടെ കാറിൽ കയറി പോയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം അറിയാലോ. ഇനി അവളെ വഴിയിൽ ഇറക്കി വിട്ട് ബാലേന്ദ്രൻ വീണ്ടും അലിനെ പിടിച്ചോണ്ട് വരുമോ? ഏയ്, അതൊന്നുമില്ല. അവള് അപ്പൊ തന്നെ പോയി. അവളിപ്പോ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞു കാണും. അതൊക്കെ ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. എന്നാ നിങ്ങൾ പോയിട്ട് കൈ കഴുകിയിട്ട് വാ, ഞാൻ ചോറെടുത്ത് വെക്കാം. തുടർന്ന് വീണ്ടും ബാലേന്ദ്രനെയും കൃഷ്ണമോളെയും അതുപോലെ അലീനയാണ് കാണിക്കുന്നത്. വണ്ടി കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ ഇതേതാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. കൃഷ്ണമോൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയുടെ അടുത്തും പറയുന്നുണ്ട്, ഇവിടെ വരെയുള്ളൂ, ഇറങ്ങിക്കോ. അതൊരു റിസോർട്ടാണ്. അവിടെ ഉള്ളിൽ റിസപ്ഷനിൽ ചെന്നിട്ട് ഒരു റൂം വേണമെന്ന് പറയാണ്. അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് വന്നിരിക്കുന്ന ആളും അവരുടെ റിലേഷനും എഴുതണല്ലോ. അലീനയുടെ പേര് എഴുതിയിട്ട് ഡോട്ടർ എന്നാണ് എഴുതുന്നത്. അത് കണ്ട കൃഷ്ണമോള് ആണോ എന്ന് ചോദിക്കുകയാണെ അലീനയെ നോക്കിയിട്ട്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു റൂം അലോട്ട് ചെയ്യുന്നുണ്ട്. ആ റൂമിലേക്ക് അവരുടെ ലഗേജുകളൊക്കെ അവിടെ ഉള്ള ആൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. റൂമിലെത്തിയതിനു ശേഷം അലീന ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അരികിലേക്ക് വിളിക്കുവാണേ ബാലേന്ദ്രൻ. രാവിലെ നടന്നതൊക്കെ വിട്ടുകളയെ, മറക്കണം, ക്ഷമിക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കത് ചുരുട്ടിക്കൂട്ടി മനസ്സിന്റെ ഒരു കോണിലേക്ക് മാറ്റിവെക്കാം. ഞാന് ഇങ്ങനെ ആയാലും നമ്മുടെ കുടുംബം ഇങ്ങനെ ആയാലും നിനക്കും ഒരു പങ്കുണ്ട്. അത് കേട്ട് ദയനീയമായി നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രജിസ്ട്രേഷൻ ഫോമിനകത്ത് ഫിൽ ചെയ്തത് ഡോട്ടർ എന്ന് പറഞ്ഞിട്ടാണല്ലോ. അലീനയെ അച്ഛൻ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, നാളത്തെ എപ്പിസോഡിനകത്ത് വ്യക്തമായിട്ട് നമ്മുടെ അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം കൃഷ്ണമോള് അറിയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.